السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن عبد الله بن عمرو رضي الله عنه قيل لرسول الله صلى الله عليه وسلم أي الناس أفضل؟ قال كل مخموم القلب صدوق اللسان. قالوا صدوق اللسان نعرفه فما مخموم القلب؟ قال هو التقي النقي لا إثم فيه ولا باغي ولا عل ولا حسد. റവാഹു ഇബ്നു മാജ. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇമാം ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി 4216 ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയ അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹുവിനുള്ള ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഒരു ചോദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അയ്യുൻ നാസി അഫ്ളൽ? നമ്മളൊക്കെ സാധാരണ ചോദിക്കാറുണ്ട്, അതിനിപ്പോൾ ആരാ നല്ലത് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ മായനയാ? എല്ലാവരും മോശക്കാരാണ്. അയാം ഓക്കെ, ബാക്കിയുള്ളവർ മുഴുവൻ ശരിയല്ല. ഇതല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത്. അയ്യുൻ നാസി അഫ്ളൽ, മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ നല്ല മനുഷ്യനാരാ? കാണാൻ ഭംഗിയാരാന്നല്ല ചോദിച്ചത്, കൊള്ളാവുന്ന ആളാരാന്ന് ചോദിച്ചു. ആ മാനദണ്ഡം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുക. കുല്ലു മഹ്മൂദുൽ ഖൽബ്, എല്ലാ മഹ്മൂദുൽ ഖൽബിന്റെ ആളുകളും, സുദൂഖുൽ ലിസാൻ, സുദൂഖുൽ ലിസാനും, സത്യസന്ധരും സംശുദ്ധരുമായ ഹൃദയത്തിന്റെ ഉടമ. ഇത് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു, ഖാലു സുദൂഖുൽ ലിസാൻ നഅരിഫുഹു, സത്യസന്ധത എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി റസൂലേ. ഫമാ മഖ്മൂദുൽ ഖൽബ്, ഹൃദയത്തിന്റെ സംശുദ്ധത എന്ന് പറഞ്ഞാൽ എന്താ? അത് റസൂൽ പറയാം, ഖാല ഹുവ അത്തഖയ്യുൻ നഖയ്യും, ശുദ്ധമായ ഭക്തി, കളങ്കമറ്റ ഭക്തി, കാപട്യമില്ലാത്ത ഭക്തി. മനുഷ്യർക്കിടയിൽ ഒന്നും റബ്ബിന്റെ ഇടയിൽ മറ്റൊന്നുമല്ല. നമ്മൾ സാധാരണ പറയല്ലേ പടച്ചോനെ പേടിക്കുക എന്നുള്ളത്, അതില്ല. പടപ്പുകളെ പേടിച്ചിട്ട് ജീവിക്കുന്ന ആൾക്കാരേ ഉള്ളൂ. എന്നാൽ പടച്ച റബ്ബിനെ അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ സൂക്ഷിക്കുന്നവനാണ് തഖയ്യുൻ നഖയ്യ് എന്ന് പറയുക. ശുദ്ധമായ പ്യൂരിഫർ ആയിട്ടുള്ള തഖ്വയുടെ ആള്. അതോടുകൂടി തന്നെ വലാ ഇസ്മ ഫീഹി, ആ ഹൃദയത്തിലേക്ക് പാപത്തിന്റെ ഒരു അംശം പോലും അരിച്ച് എത്തുകയും ഇല്ല. ഇനി വന്നാൽ തന്നെ ശുഭ്രവസ്ത്രം ധരിച്ച ഒരു മനുഷ്യന്റെ ബുദ്ധിയും കഴിവും ഉപയോഗപ്പെടുത്തി അഴുക്ക് എങ്ങനെ നീക്കം ചെയ്യുന്നുവോ അതേ രൂപത്തിൽ നീക്കം ചെയ്ത് കറ പോലും ബാക്കിയില്ലാതെ കുറ്റമറ്റ തെളിഞ്ഞ ഒരവസ്ഥയിൽ ആ ഹൃദയത്തെ കൊണ്ടു നടക്കുന്നു. പിന്നെ പറഞ്ഞു വല ബഗിയ വല ഇല്ല വല ഹസദ്, വിദ്വേഷമില്ലാതെ, പകയില്ലാതെ, അസൂയയില്ലാതെ ഹൃദയത്തെ കൊണ്ടു നടക്കാൻ കഴിയുന്നവൻ എന്ന് പറഞ്ഞാൽ ജന്മം കൊണ്ട് ഒരാളും മികച്ച, മികവുറ്റ, ശ്രേഷ്ഠമായ, ഉന്നതമായ പദവിയിലെത്തുന്നില്ല. മറിച്ച് അയാളവിടെ എത്തിക്കുന്നത് അയാളുടെ കർമ്മമാണ്. നാളെ പരലോകത്തെത്തണം. അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത്തബിഉ മില്ലത്ത അബീക്കും ഇബ്രാഹിം, നിങ്ങൾ നിങ്ങളുടെ ഉപ്പയായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണം. 2 മക്കളെ നൽകി, ചരിത്രത്തിലേക്ക് പോകുന്നില്ല. വലതുഭാഗത്ത് വെക്കാൻ പറ്റുന്ന കുറ്റമറ്റ കറകളഞ്ഞ ഇസ്മായിൽ എന്ന തങ്കക്കുടവും മറ്റൊരു ഭാഗത്ത് ഇസ്ഹാഖ് എന്ന തങ്കക്കുടവും, 2 മക്കളെയും നടുവിൽ നിർത്തി ഉപ്പയായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിലെ 26-ാം അധ്യായം സൂറത്ത് ശുഅറയിലെ ഏകദേശം 78-ാമത്തെ ആയത്ത് മുതൽ ഇങ്ങനെ വരുന്നുണ്ട് 89-ാമത്തെ ആയത്ത് വരെ. അതിൽ 88-ഉം 89-ഉം ആയത്തുകൾ വിഷയസംബന്ധമായി നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അള്ളാഹുവിനോട് ആ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ റിക്വസ്റ്റ് ആണ്, യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, അള്ളാഹുവേ നാളെ പരലോകത്ത് സമ്പാദ്യം ഉപകരിക്കുകയില്ല. ഞാൻ കോടീശ്വരനാ, ആ കോടിയൊക്കെ നിന്റെ മണ്ണിന്റെ മുകളിൽ ഇട്ടേച്ചാ നീ വന്നത്. ഞാൻ ലക്ഷാധിപതിയാ, 1 ലക്ഷവും ഇവിടെയില്ല.
ഞാൻ അതീവ സുഖ സമൃദ്ധിയോടുകൂടി ജീവിച്ച ആളായിക്കോട്ടെ, അതൊക്കെ കഴിഞ്ഞു. അള്ളാഹു മക്കളുണ്ടായിരുന്നു, എന്തിനും നല്ലതിനും ചീത്തക്കൊക്കെ എരിവ് കയറ്റാൻ. ഭാര്യ ഉണ്ടായിരുന്നു, കുടുംബക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ കൊരകന് ഏണി വെച്ചതുപോലെ എന്തെല്ലാം അധർമ്മങ്ങളും തെറ്റുകുറ്റങ്ങളും ചെയ്യാൻ പറ്റും അതിൻ്റെയൊക്കെ മുകളിൽ കയറിയിരുന്നു. ആരും എന്നെ ഗുണദോഷിച്ചില്ല, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് ക്ലാപ്പ് അടിച്ചു. ഓരോ ക്ലാപ്പിനും 10 അടി വീതം ഞാനിങ്ങനെ ഉയർന്നു പൊന്നി. അത്ര സ്വാധീനമുള്ള ഒരാളാണ് ഞാൻ. ആയിക്കോട്ടെ, അതും കഴിഞ്ഞു. അതുകൊണ്ട് ഇവിടെ രക്ഷയില്ല. ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സുരക്ഷിതമായ മനസ്സോടുകൂടി റബ്ബിനെ കണ്ടുമുട്ടുന്നവരല്ലാതെ ഒരു രക്ഷയും ഇല്ലാത്ത ഒരു ലോകത്തേക്കാണ് റബ്ബേ എനിക്ക് വരാനുള്ളത്, അവിടെ നീ എന്നെ രക്ഷപ്പെടുത്തണം എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് ഈ ഒരു ഹദീസുമായി ചേർത്ത് വെച്ച് ഞാനും നിങ്ങളുമൊക്കെ കാര്യമായി മനസ്സിലാക്കേണ്ടുന്ന ഒന്നാണ്. സംശുദ്ധമായ ഹൃദയം ഉണ്ടായിത്തീരാനാണ് ഞാനും നിങ്ങളുമൊക്കെ ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത്. അതിന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആ ഹൃദയത്തിന് ദോഷവും ദൂഷ്യവുമായി ഭവിക്കാനുള്ള എല്ലാവിധ തിന്മയിൽ നിന്നും ദോഷത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നു പോകുന്ന എല്ലാവിധ അബദ്ധങ്ങളും തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള ജീവിതത്തിൽ ഒരു കുറ്റവും ജീവിതത്തിലേക്ക് കടന്നു വരാത്ത വിധം സൂക്ഷിക്കുവാനും തഖ്വയോടുകൂടി ജീവിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നന്മകൾ കൊണ്ട് ജീവിതം കുറ്റമറ്റതാക്കി തീർക്കുവാനും നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ വിചാരണാ നിലയത്തിൽ മീസാനിൽ നന്മകൾ കൊണ്ട് മീസാൻ നിറയ്ക്കാനും കഴിയുന്ന അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രായാധിക്യവും പ്രയാസങ്ങളുമായി വീടുകളിലും ആശുപത്രികളിലും കഴിഞ്ഞുകൂടുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തും ദീർഘായുസും താഖത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്ത് അള്ളാഹു എല്ലാവർക്കും എല്ലായ്പ്പോഴും നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഖൈറും ബർക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്തം വരെ ആ ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിക്കാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്ത് അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആയ്ക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങൾ അവരുടെയും നമ്മുടെയും അള്ളാഹു എളുപ്പമാക്കി തന്ന് അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫു സാലികളും സുദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ റമളാനിൽ നാം നിർവഹിച്ച എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവയിൽ വന്ന തെറ്റുകുറ്റങ്ങൾ പുറത്തു മാപ്പാക്കി ഖബൂലായ അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റയ്യാൻ എന്ന സ്വർഗ്ഗ കവാടത്തിലൂടെ പ്രവേശിക്കുവാനുള്ള തൗഫീഖ് നോമ്പുകാർക്ക് ലഭിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അവശേഷിക്കുന്നതിന്റെ രാവും പകലും ഹയാത്താക്കാൻ അല്ലാഹു നമുക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.